വർഷങ്ങളോളം സാമൂഹ്യ ക്ഷേമ മേഖലയിൽ പ്രവർത്തിച്ചവർ സർവീസിൽ നിന്ന് വിരമിച്ചിട്ടും ആനുകൂല്യങ്ങൾ ലഭിക്കാൻ സമരം ചെയ്യേണ്ട ഗതികേടിലാണ് ഇന്നിവർ. കേരളത്തിലെ അംഗൻവാടി ജീവനക്കാരുടെ ദുരവസ്ഥയാണിത്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചവർ നടത്തുന്ന സമരം 8ാം ദിനത്തിലേക്ക് കടന്നു. ആരോഗ്യമുള്ള കാലഘട്ടമാണ്. അത്രയും കാലം ജോലി ചെയ്തിട്ട് ഞങ്ങൾക്ക് അവസാനം കിട്ടുന്നത് എന്ന് പറയുന്നത് 13,000 രൂപയാണ്. 42 വർഷം ജോലി ചെയ്തിട്ടാണ് ഞാൻ ഈ ഏപ്രിൽ 25-ന് വിരമിച്ചത്. 13,000 രൂപയാണ് കിട്ടുന്നത്. അതിൻ്റെ പകുതി ഞങ്ങൾക്ക് പെൻഷൻ കിട്ടാൻ ഞങ്ങൾ അർഹരല്ലേ? ആ സ്ഥാനത്താണ് ഞങ്ങൾക്ക് 2,500 രൂപയും ഹെൽപ്പർമാർക്ക് 1,500 രൂപയും നൽകുന്നത്. അത് ഹെൽപ്പർമാർക്ക് 5,000 രൂപയും വർക്കർമാർക്ക് 7,000 രൂപയുമായിട്ട് വർദ്ധിപ്പിക്കണം എന്നാണ് ഞങ്ങളുടെ ആവശ്യം. പെൻഷൻ 7,000 രൂപയാക്കുക, ഫെസ്റ്റിവൽ അലവൻസ് 3,000 രൂപയാക്കുക, 2023 മുതൽ വിരമിച്ചവർക്ക് പെൻഷനും ക്ഷേമനിധി ആനുകൂല്യങ്ങളും എത്രയും പെട്ടെന്ന് അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സത്യാഗ്രഹ സമരം നടത്തുന്നത്. ട്രൂ ലെൻസ്, വയനാട്.